ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹങ്ങളാണ്. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്? അതായത് 12 പോർട്ടലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത്, ഈ ഒരു ഭഗവാന്റെ എനർജി അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. മറ്റ് ദേവീദേവന്മാരുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വരാഹി ദേവിയുടെ ചെയ്തിട്ടുണ്ട്, ഭദ്രകാളിയുടെ ചെയ്തിട്ടുണ്ട്, ശിവഭഗവാന്റെ ചെയ്തിട്ടുണ്ട്, കൃഷ്ണൻ്റെ ഒക്കെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ ഒന്ന് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഈ നല്ലൊരു ദിവസമായത് കാരണം ഇന്ന് നമുക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമുള്ളവർ കാണുക. മനസ്സിലായോ? അപ്പോൾ ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അവസാനം നമുക്ക് ഹനുമാൻ സ്വാമിയുടെ മന്ത്രം പറയാം, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് പറയാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ഹനുമാൻ സ്വാമിയുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഓഫ് സോർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ മൂൺ എനർജി വന്നിട്ടുണ്ട്. ടെൻ ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, Three of Cups, Four of Wands, Knight of Pentacles, Seven of Swords, Justice, 8 of Cups, Ace of Swords. ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടില്ലേ? അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് ഇവിടെ. കണ്ടില്ലേ? അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേടി നിങ്ങളിൽ നിന്നും വിട്ടൊഴി. ഇവിടെ കണ്ടില്ലേ? ഇവിടെ മൂൺ എനർജി വന്നിരിക്കുന്നു. ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കളയണമെങ്കിൽ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയെ സേവിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അതുപോലെ ശനിദോഷം വിട്ടുമാറുക. ശനിദോഷത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല, ഒരുപാട് ബാഡ് കർമ്മ അനുഭവിക്കുന്ന എവിടെയാണ്? ശനിദോഷത്തിലാണ്. അപ്പോൾ ഈ ഒരു ദോഷത്തെയൊക്കെ മാറ്റിത്തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. നമുക്കിവിടെ 2 ഓഫ് സോർഡ്സ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്ത് തീരുമാനമാണ് എടുത്തിട്ട് ഇപ്പം മുന്നോട്ട് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ തടയിടുകയാണ്. മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾക്ക്, പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. മുൻപിൽ എന്തോ ഒരു ഭിത്തി അവിടെ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതുപോലെ. മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു തടസ്സം മാറി നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ വളരെയധികം അത്യാവശ്യമാണ്. മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. വരണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൈവാനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വരും നിങ്ങൾ. 4 ഓഫ് വാൻസിൻ്റെ എനർജി തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 എനർജിയിൽ നിന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത പേടി വരും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരിക്കാത്ത തരത്തിലുള്ള ചില പേടി സ്വപ്നങ്ങൾ,
ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടി കിടക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ ഇത് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു വല്ലായ്മ നിങ്ങൾക്ക് തോന്നുന്നു. അതായത് ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കും. അത്രമാത്രം വല്ലാത്തൊരു ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭയത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും. അങ്ങനെ ഭയമുള്ളവർ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയെ സേവിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. ശനിയാഴ്ച തോറും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികം ചിലർക്ക് സ്റ്റക്കാണ്, ഇവിടെ നിൽക്കുകയാണ്. സാമ്പത്തികം കൊണ്ടുവരുന്ന ആൾ ഇവിടെ ഇടയ്ക്ക് നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളിലേക്ക് മണി വന്നിരുന്നതാണ്, സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾക്കത് സ്റ്റക്കായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ട 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഈ ഒരു ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്കിവിടെ 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ്, അതായത് സമൃദ്ധി നിറഞ്ഞത് പോയിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സും ഒക്കെ നേടിയിട്ട് നിങ്ങൾ നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളികളോടുകൂടി, നിങ്ങൾക്ക് കുട്ടികളോടുകൂടി സന്തോഷകരമായിട്ട് പുതിയൊരു വീടൊക്കെ വെച്ചിട്ട് പുതിയൊരു സ്വപ്ന ലോകത്തേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു. നിങ്ങളുടെ ആ സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. കാരണം ഇവിടെ 10 ഓഫ് കപ്സുമാണ് വന്നിരിക്കുന്നത്. ഇവിടെ 4 ഓഫ് വാൻസ് കഴിഞ്ഞിട്ട് ഇവിടെ 2 നിങ്ങൾക്ക് നിങ്ങളോട് സോൾമേറ്റ് കണക്ഷൻ നിങ്ങളോട് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾ നല്ല സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പിന്നീട് 7 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികം മേടിക്കാനും ഒക്കെ നിങ്ങളോട് അടുത്ത് കൂടുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം സോഡിൻ്റെ എനർജി അല്ലേ. സോഡെന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. പെൻഡക്കിൾ വന്നിട്ടുണ്ട്. പെൻഡക്കിൾ എയർ സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. അതുപോലെ വാൻസും വന്നിട്ടുണ്ട്. വാൻസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ എല്ലാ എനർജീസും ഇവിടെയുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് 5 ഓഫ് സോഡും. കണ്ടില്ല, 5 ഓഫ് സോഡും അതുപോലെ തന്നെ 7 ഓഫ് സോഡും കുറച്ചൊന്ന് ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പേർക്ക് ജയിക്കാൻ വേണ്ടി, പല ആൾക്കാർക്കും ജയിക്കാൻ വേണ്ടി നിങ്ങളെ കരുവാക്കുന്നു, നിങ്ങളെ തോൽപ്പിച്ചോടിക്കുന്ന ഒരു എനർജി. മനസ്സിലായി? ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും നിങ്ങളോട് അടുത്തുകൂടി അവർക്ക് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ എന്താണ് നിങ്ങളെ ചതിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ കപട വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് അവർ ജയിക്കാൻ വരുന്നത്. അങ്ങനെയൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉറച്ച ഒരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് അവർ പറയുന്നത്, അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഹരാസ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അവരെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഒരുപാട് മനഃശാന്തിയും സന്തോഷവും ലഭിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ഇവിടെ നല്ല ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും. ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ വരുന്നത് എപ്പോഴാണ്, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് എപ്പോഴാണ്, നിങ്ങൾക്ക് സത്യസന്ധമായ കാര്യങ്ങൾ. ഇവിടെ സത്യത്തിൻ്റെ ദേവതയാണ് ഇവിടെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. കണ്ടില്ലേ? പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഇവിടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ അവസ്ഥകളിലൂടെ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള വർക്ക് ഒക്കെയാണ് ഇവിടെ ഈ ഒരു സ്വാമി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യമായിട്ട് ഉള്ളത്? സത്യസന്ധമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഇവിടെ 5 ഓഫ് സോഡും ഇവിടെ 7 ഓഫ് സോഡും അത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് നെഗറ്റീവായ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അതിൽ തന്നെ നിൽക്കാൻ പാടില്ല, അതിൽ തന്നെ കുടുങ്ങി നിൽക്കാൻ പാടില്ല. അവിടെ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അപ്പോൾ ബുദ്ധിപൂർവ്വം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. മറ്റുള്ളവർ എന്താണ് അടുത്തുകൂടി പറയാൻ വരുന്നത് എന്ന്. നിങ്ങളോട് ചിലപ്പോൾ അടുത്തുകൂടി വരും ചിലർ. എന്തിനു വേണ്ടി? ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയാവാം, അല്ലാതെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കും അപരിചിതരായ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് കൂടുതലായിട്ട് സ്നേഹം നടിച്ച് വരുന്നത്. അതൊന്ന് മനസ്സിലാക്കുക, ഏറ്റവും നന്നായിരിക്കും.
ഇവിടെ 8 ഓഫ് കപ്സ് കണ്ടില്ലേ, വിട്ടുപോകാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സ്, ഇവിടെ കോടതി സംബന്ധമായ എന്തെങ്കിലും കേസുകളിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്ര, ആർക്കെങ്കിലുമൊക്കെ യാത്രകളാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന പോലെ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ആദ്യം തന്നെ ഇവിടെ 2 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോഡിൻ്റെ അവസ്ഥ, ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വമായിട്ട് നിങ്ങൾ ചിന്തിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ തുടങ്ങി വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ ജോലിയിലേക്ക് പോകാനായിരിക്കും, ചിലപ്പോൾ മറു രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റ് യാത്ര. ഇത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഫലത കൊണ്ടുവരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന, മാനസികമായിട്ടും അതിന് സന്തോഷത്തിലേക്ക് വക നൽകുന്നതാണ്. ഒരു വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റില്ല, നിങ്ങൾക്കെന്നല്ല ആർക്കായാലും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തത കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കും നിങ്ങൾക്ക്. മനസ്സിലായില്ലേ, നിങ്ങൾ ഇതുവരെ അർഹിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് ഉള്ള ഒരു അംഗീകാരം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3 ഓഫ് കപ്സ്, അതുവഴി നിങ്ങൾക്ക് എൻജോയ്മെൻറ്റിനുള്ള സമയമായിരിക്കുന്നു, സെലിബ്രേഷനുള്ള സമയവും ആയിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സെലിബ്രേറ്റ് നടത്തുന്ന ഒരു സമയം ആയിരിക്കുന്നു എന്ന് തന്നെ കാണാം. കാരണം ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത, അതുപോലെ തന്നെ വീട് വാങ്ങിക്കാനുള്ളത്, അല്ലെങ്കിൽ വീടിൻ്റെ പാലുകാച്ചൽ നടത്തുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജനനം, വിവാഹത്തിലെ റിസപ്ഷൻ പാർട്ടികൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സെലിബ്രേഷൻ്റെ സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക്. അതുപോലെ തന്നെ ആരോ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന എനർജിയാണ്. വളരെയധികം സ്പീഡിലുള്ള ആക്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ചിലപ്പോൾ കാത്തിരുന്ന ചില കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാവാം. മനസ്സിലായില്ലേ, നിങ്ങൾ ചിലപ്പോൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത്, എവിടെയെങ്കിലും യാത്ര പോകാനാണോ, അതല്ല എന്തെങ്കിലും ജോലിക്ക് പോകാനാണോ, അങ്ങനെയുള്ള കരിയർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉന്നതിക്ക് വേണ്ടി അതിനുള്ളൊരു മെസ്സേജ് കൊണ്ട് ആരോ വരുന്നതായിട്ടും, അല്ല എങ്കിൽ നിങ്ങൾ പിണങ്ങിയിരുന്ന പാർട്ട്ണർമാർ തമ്മിലൊന്നുള്ള ആ ഒരു അടുപ്പത്തിന് വേണ്ടിയും ഉള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. എന്തോ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാൾ വരുന്നുണ്ട്. ഏതോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എന്തൊക്കെ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ടെംപ്റ്റേഷനാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രലോഭനത്തിന് വഴങ്ങാൻ പാടില്ല. പലരുടെയും പ്രലോഭനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. കാരണം അവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. അങ്ങനെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അനാവശ്യമായ കാര്യങ്ങളിലേക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ വേണ്ടാത്തതും എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഭാഗ്യം എന്താണ്? ഇവിടെ ഡിസ്കണ്ടൻ്റ് ആൻഡ് ബോർഡമാണ്. പലരും ഇവിടെ വെളിച്ചത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, ജീവിതത്തോടൊരു വിരക്തി വരുന്നുണ്ട്, ജീവിതത്തോട് വിരസത തോന്നുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ടില്ല, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന 2 ഓഫ് സോഡാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീരുമാനം എടുക്കും, പക്ഷേ അതിനൊരു വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ മുന്നോട്ട് അതിന് പോകാൻ സക്സസ് കിട്ടുമോ,
അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രസ് വരുമോ, കരിയർ സംബന്ധമായ കാര്യമായാലും ഒരു പ്രോഗ്രസ് ലഭിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിനെ ആകപ്പാടെ ഒന്ന് അലട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഇവിടെ പുറംതിരിഞ്ഞ് നിൽക്കുന്നു, പക്ഷേ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം കാണാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോരെന്നുള്ളതാണ് ഞാൻ പറയുന്നത്, നിങ്ങളിവിടെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റും. ഇല്ല എങ്കിലോ നിങ്ങൾ ഇരുട്ടിൽ തന്നെ തപ്പിത്തടയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് അത് വരാൻ പാടില്ല. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ എന്താണ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. 4 എന്നുള്ള നമ്പറാണ്, കണ്ടല്ലേ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നടക്കുന്നുണ്ട്. 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് നടക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ആഗ്രഹ സഫലീകരണം കാണുന്നുണ്ട്. 3 ഓഫ് കപ്സും വന്നിട്ടുണ്ടല്ലോ, വളരെയധികം സന്തോഷത്തിൽ. ഇവിടെ അങ്ങനെയാണ്, വീട് വേണ്ടവർക്ക് വീട്, കണ്ടില്ലേ. ഇവിടെ റെയിൻബോ വളരെയധികം, ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ല. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ മനോഹരമായ മഴവില് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്, കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്ന, വീട് വേണ്ടവർക്ക് കുടുംബസഹിതം. ഈ 10 ഓഫ് കപ്സിൻ്റെ എനർജി അത് തന്നെയാണ്, കുടുംബസഹിതം. 4 ഓഫ് വൺസും കുടുംബസഹിതം ഇത് ആസ്വദിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വീടാണോ, കുട്ടികളെയാണോ വേണ്ടത്, അത് എന്താണ്, ജോലിയാണോ, ഇതൊക്കെ ഇവിടെ സാധിച്ചു കിട്ടുന്നത്. അതായത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ വന്നിരിക്കുന്നു. നേടിയെടുക്കാനുള്ള നേട്ടങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു. അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്കിവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സന്ദർഭം അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 4 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 4 നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതാണ്. അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. അടുത്തായിട്ട് യൂണിവേഴ്സ്, കണ്ടില്ലേ, 3 ആണ് ഇവിടെ നമ്പർ. യൂണിവേഴ്സിൻ്റെ ആഗ്രഹമാണിത്. യൂണിവേഴ്സ് പറയുന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ വിധിയാണ്, നിങ്ങളിത് അനുഭവിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന കഷ്ടതകൾ, ഇവിടെ വരുന്ന സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ്. അതുകൊണ്ട് യൂണിവേഴ്സിൽ ഉറച്ച ഒരു വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറയുന്നതാണ്, പ്രപഞ്ചത്തിൽ വിശ്വസിക്കൂ എന്നുള്ളതാണ്. അതുപോലെ പ്രപഞ്ചത്തോടെ എപ്പോഴും നമ്മൾ ഫോർഗിവ്നെസ് പറയാനും നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ എപ്പോഴും ഒരു ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം, ഉറച്ച ഒരു വിശ്വാസത്തിൽ വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി അല്ലേ നമുക്കിവിടെ, ഹനുമാൻ സ്വാമി കണ്ടില്ലേ, ദാസൻ, എളിയ ദാസനായിരുന്ന, ആരുടെയാണ്, ശ്രീരാമചന്ദ്രൻ്റെ സീതാദേവിയുടെ എളിയ ദാസനായിരുന്നു. അങ്ങനെ ആ ഒരു ദാസ്യ പ്രവൃത്തി കൊണ്ട് തന്നെയും എന്താണ്, അദ്ദേഹം ലോകപ്രശസ്തനായി പേരെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭഗവാനെ സേവിക്കുന്നതോടുകൂടി നിങ്ങളുടെ ശനിദോഷം വിട്ടുമാറും. ഒരുപാട് ആയുസ് നിങ്ങൾക്ക് ലഭിക്കും, ശക്തി ലഭിക്കും, നിങ്ങൾക്ക് ബുദ്ധി വർദ്ധിച്ചു കിട്ടും. ഇത്തരത്തിലുള്ള ഒരു ദൈവത്തെ നിങ്ങൾ പൂജിച്ച് കഴിഞ്ഞാൽ ഈ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇത് മങ്കി ഗോഡ് എന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമി മങ്കി ഗോഡാണ്. അപ്പോൾ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇതാണ് ഹനുമാൻ സ്വാമിയുടെ മന്ത്രം. ഈ മന്ത്രം ജപിക്കുക. ദിവസവും രാവിലെ ഒരു 11 തവണ വീതം ജപിക്കുക, വൈകിട്ടും 11 തവണ വീതം ജപിക്കുക. ഹനുമാൻ സ്വാമിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ഉള്ളിലെ പേടി മാറിക്കിട്ടും. മനസ്സിലായി, പലപ്പോഴും നിങ്ങൾ പേടി അനുഭവിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ പേടി മാറിക്കിട്ടും. നിങ്ങൾക്കൊരു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഐശ്വര്യം വരുന്നത്? ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു, ഫൈറ്റിംഗ് എബിലിറ്റി. കണ്ടില്ലേ, മറ്റുള്ളവരോട് ഹനുമാൻ സ്വാമി മറ്റുള്ളവരുടെ എത്രയോ ആൾക്കാരെയാണ് തോൽപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രന് ജയം കൊടുത്തത് അല്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും മറ്റുള്ളവരെ തോൽപ്പിച്ച് ജയം നേടാനുള്ള ഒരു കഴിവ് ലഭിക്കും. ബലം ലഭിക്കും. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിക്കും. ശാരീരികമായ സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ച് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സൂപ്പർ ഹ്യൂമൻ പവർ ടു അക്കംപ്ലിഷ് ആക്ട്സ് ഓഫ് സർവീസ്, എബിലിറ്റി ടു ഇൻക്രീസ് വൺസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലവ് ഈസ് ഇൻ പെർഫോമിങ് സെൽഫ്ലെസ് സർവീസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ
ഹനുമാൻ സ്വാമിയെ സേവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. ഒരുപാട് കഴിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്, ഭയം വിട്ടുമാറുന്നതാണ്, ബുദ്ധി വർദ്ധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് ഈ മന്ത്രം ജപിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അല്ലാത്തവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.